Hi dear friends, welcome back to another day of Easy English at Home class. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ടങ് ട്വിസ്റ്റർ ഇതാണ്. I scream, you scream, we all scream for an ice cream. I scream, you scream, we all scream for an ice cream. I scream, you scream, we all scream for an ice cream. സോ ഈ ഒരു ടങ് ട്വിസ്റ്റർ ഫ്രീ ആവുന്ന സമയത്തൊക്കെ നന്നായി പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ എങ്ങനെ പരിചയപ്പെടുത്താം അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ പരിചയപ്പെടാം ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് അല്ലേ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഉണ്ട് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം. ഉണ്ട് എന്ന് പറയാൻ വളരെ ഈസിയാണ്. അത് പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു 8 ആക്ടേഴ്സിനെ പഠിക്കാനുണ്ട്. ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും എന്തും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ 8 ആക്ടേഴ്സിനെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഐ, യു, ദേ, വി. ഐ, യു, ദേ, വി. അയ്യോ ദേവി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹി പിന്നെ ലെഫ്റ്റ് ഹാൻഡിലാണ്. ഹി, ഷീ, എവ്രിബഡി, ജോൺ. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ല. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു നീ ഓർ നിങ്ങൾ, ദേ അവർ, വി നമ്മൾ, ഹി അവൻ, ഷീ അവൾ, എവ്രിബഡി എല്ലാ ഓരോരുത്തരും, ജോൺ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. ഇതാണ് 8 ആക്ടേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള എല്ലാ ക്ലാസ്സിലും ഈ 8 ആക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ സ്ട്രക്ചേഴ്സും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഐ, യു, ദേ, വി, ഹി, ഷീ, എവ്രിബഡി, ജോൺ. ഉണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് 2 ഫ്രേസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഹാവ്, മറ്റൊന്ന് ഹാസ്. ഹാവ് ഓർ ഹാസ്, ഈ 2 ഫ്രേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഹാവ് എവിടെ ഉപയോഗിക്കണം, ഹാസ് എവിടെ ഉപയോഗിക്കണം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഹാവ് എവിടെ ഉപയോഗിക്കണമെന്നും ഹാസ് എവിടെ ഉപയോഗിക്കണമെന്നും നമുക്ക് നോക്കാം. എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഞാൻ ഹാവ് എന്ന് എഴുതിയിട്ടുണ്ട്, ഹാവ്. എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ ഹാസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഹാവ് ഓർ ഹാസ്. ഓക്കെ, ഇനി നമ്മൾ ഉണ്ട് എന്ന് പറയാൻ ആർക്കാണോ ഉള്ളത് അവരെ നമ്മൾ ആദ്യം പറയണം, ആക്ടറിന് ആദ്യം പറയാം. ഇപ്പോൾ എനിക്കുണ്ട്, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. യു ഹാവ് എ കാർ, ദേ ഹാവ് എ കാർ, വി ഹാവ് എ കാർ. ഇവിടെയൊക്കെ ഹാവ് ആണല്ലോ. ഇവിടെ വരുമ്പോൾ ഹി അവനുണ്ട്, ഹി ഹാസ് എ കാർ, ഷീ ഹാസ് എ കാർ, എവ്രിബഡി ഹാസ് എ കാർ, ജോൺ ഹാസ് എ കാർ. ഈ രീതിയിലാണ് ഉണ്ട് എന്ന് പറയേണ്ടത്. എനിക്കൊരു പൂച്ചയുണ്ട്, ഐ ഹാവ് എ ക്യാറ്റ്. നമുക്ക് 8 ആക്ടേഴ്സിനെ വെച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഐ ഹാവ് എ ക്യാറ്റ്, യു ഹാവ് എ ക്യാറ്റ്, ദേ ഹാവ് എ ക്യാറ്റ്, വി ഹാവ് എ ക്യാറ്റ്, ഹി ഹാസ് എ ക്യാറ്റ്, ഷീ ഹാസ് എ ക്യാറ്റ്, എവ്രിബഡി ഹാസ് എ ക്യാറ്റ്, ജോൺ ഹാസ് എ ക്യാറ്റ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഉണ്ട് എന്ന് പറയേണ്ടത്. ആദ്യം ആക്ടറിനെ പറയണം, ഹാവ് ഉപയോഗിക്കണം ഓർ ഹാസ് ഉപയോഗിക്കണം. എന്താണോ ഉള്ളത് അത് നമ്മൾ പറയണം. മനസ്സിലായല്ലോ? ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ 8 പേർക്ക് ഉണ്ട് എന്ന് പറയാൻ പഠിച്ചു അല്ലേ? ഇതല്ലാത്ത എത്രയോ ആളുകളുണ്ട്, ഇവർക്കൊക്കെ ഉണ്ട് എന്ന് പറയണ്ടേ? അപ്പോൾ ഇതെങ്ങനെ പറയാൻ പറ്റും? അതിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. 8 ആക്ടേഴ്സിൽ ലാസ്റ്റ് വരുന്ന ആൾ ജോൺ ആണ് അല്ലേ? ജോൺ എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഒരാളാണല്ലേ, സിംഗുലർ ഒരാളാണല്ലേ. അപ്പോൾ 8 ആക്ടേഴ്സ് അല്ലാത്ത ഒരാളെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ ജോണിൽ ആലോചിച്ചാൽ മതി. ജോൺ ഹാസ് എന്നല്ലേ പറയുന്നത്. സോ മൈ ബ്രദർ ഒരാളല്ലേ, മൈ ബ്രദർ ഹാസ് എ ക്യാറ്റ്, മൈ സിസ്റ്റർ ഹാസ് എ ബേബി, മൈ മദർ ഹാസ് എ മീറ്റിംഗ് ടുഡേ, മൈ ഫാദർ ഹാസ് വർക്ക് ടുഡേ. ഒക്കെ ഹാസ് ആണ് വരുന്നത് ഒരാളാകുമ്പോൾ. ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഐ, യു, ദേ എന്ന് പറയുമ്പോൾ അവർ they have ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. സോ മൈ ഫ്രണ്ട്സ് കുറേ പേരായില്ലേ. മൈ ഫ്രണ്ട്സ് ഹാവ് എ മീറ്റിംഗ് ടുഡേ, മൈ കസിൻസ് ഹാവ് ആൻ ഇൻ്റർവ്യൂ ടുഡേ, മൈ പാരൻസ് ഹാവ് എ മാരേജ് പാർട്ടി ടുഡേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാവ് ഉപയോഗിക്കണം, ഒരാളാകുമ്പോൾ ഹാസ് ഉപയോഗിക്കണം. ഇത് മനസ്സിലാക്കിയാൽ ഇനി നമുക്ക് ആർക്കും ഉണ്ട് എന്ന് പറയാൻ പറ്റും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇല്ല എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം. ഇല്ല എന്ന് പറയാൻ നമുക്ക് 2 ഫ്രേസാണുള്ളത്. ഒന്ന് ഡോണ്ട് ഹാവ് ഉണ്ട്, അതുപോലെ ഡസിൻറ്റ് ഹാവ്. അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഐ ഡോണ്ട് ഹാവ് എ കാർ, You don't have a car. They don't have a car.
we don't have a car. He doesn't have a car. She doesn't have a car. Everybody doesn't have a car. John doesn't have a car. ഈ രീതിയിലാണ് ഇല്ല എന്ന് പറയേണ്ടത്. ഇപ്പം ഞാൻ കാറിൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ കാർ എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിന്ന് മീറ്റിംഗ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് ടുഡേ. യു ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് ടുഡേ. ദേ ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് ടുഡേ. വി ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് ടുഡേ. ഹി ഡസിൻ ഹാവ് എ മീറ്റിംഗ് ടുഡേ. ഷി ഡസിൻ ഹാവ് എ മീറ്റിംഗ് ടുഡേ. എവ്രിബഡി ഡസിൻ ഹാവ് എ മീറ്റിംഗ് ടുഡേ. ജോൺ ഡസിൻ ഹാവ് എ മീറ്റിംഗ് ടുഡേ. ഈ രീതിയിലാണ് ഇല്ല എന്ന് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു റൂള് ഇനി എല്ലാ ക്ലാസ്സിലും ബാധകമായിരിക്കും. ജോണിന് എന്താണോ ഉപയോഗിക്കുന്നത് അതായിരിക്കും നമ്മൾ ഒരാൾക്ക് വേണ്ടി 8 ആക്ടേഴ്സ് അല്ലാത്ത ഒരാളെ പറ്റി പറയുമ്പോൾ. ഇപ്പോൾ എൻ്റെ സിസ്റ്ററിന് കുട്ടിയില്ല. അപ്പോൾ മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ. മൈ സിസ്റ്റർ ഡസിൻറ്റ് ഹാവ് എ ബേബി. എൻ്റെ ബ്രദറിന് ഇന്ന് ഇൻ്റർവ്യൂ ഇല്ല. മൈ ബ്രദർ ഡസിൻറ്റ് ഹാവ് ആൻ ഇൻ്റർവ്യൂ ടുഡേ. ഓക്കെ, ഇനി കുറേ പേരാകുമ്പോൾ മൈ പാരൻസ് ഡോണ്ട് ഹാവ് മീറ്റിംഗ് ടുഡേ. മനസ്സിലായല്ലോ? ഒരാളാകുമ്പോൾ ഡസിൻറ്റ് ഹാവ് ആണ്, കുറേ പേര് വരുമ്പോൾ ഡോണ്ട് ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതുകൂടി മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നമുക്കിനി ഇല്ല എന്ന് പറയാനും നമുക്ക് പറ്റും.